ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പ്ലസ് ടുവിൻ്റെ ബേട്ടിക്ക് നാം എന്ന് പറയുന്ന ഒരു ലെറ്റർ, അതായത് ഇതിൽ അച്ഛനും മകളുമാണ്. അന്നേരം മകള് ദൂരെ വേറൊരു സ്ഥലത്തും അച്ഛൻ വേറൊരു സ്ഥലത്തുമാണ്. ആ ഒരു ടൈമിൽ മകള് അച്ഛൻ എഴുതിയ ലെറ്ററിന് റിപ്ലൈ കൊടുക്കുന്ന ഒരു ലെറ്ററാണ് നമ്മളിവിടെ ബേട്ടിക്ക് നാം എന്ന് പറയുന്ന ഇതിൽ കാണിച്ചിരിക്കുന്നത്. അന്നേരം ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് ബ്രിട്ടീഷേഴ്സൊക്കെ ആയിട്ടുള്ള യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മുടെ മുഗൾ ശാസക് ബഹാദൂർ ഷാ ജഫറിനെ ബ്രിട്ടീഷേഴ്സ് തോൽപ്പിച്ചിട്ട് അവിടുന്ന് ഈ പുള്ളീനെ അവരുടെ തടവിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം മകളെ വേറൊരു തടവിലായിരുന്നു ഡൽഹിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു സമയമാണ്. ആ ടൈമിൽ മകള് അച്ഛനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് ഇപ്പൊ തിരിച്ചൊരു ലെറ്റർ ചെല്ലുന്നതാണ് ഈ പറയുന്ന ബേട്ടിക്ക് നാം എന്നുള്ളത്. അന്നേരം ഇതിൽ പറയാണ്, മകളുടെ ലെറ്റർ ഇപ്പൊ വായിച്ചു കേട്ട്, പക്ഷെ ഒരു പ്രാവശ്യം വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഈ അച്ഛന് സമാധാനം കിട്ടുന്നില്ല. അത് വീണ്ടും ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്ന് ഈ മകനാണ് അച്ഛന് വായിച്ചു കൊടുക്കുന്ന ലെറ്റർ. അതായത് സിസ്റ്റർ എഴുതിയ ലെറ്റർ ബ്രദറാണ് ഈ അച്ഛന് വായിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 3 പ്രാവശ്യം ആ അച്ഛൻ ലെറ്റർ വായിപ്പിച്ച്. അന്നേരം ഇതിങ്ങനെ വായിച്ചു കൊടുത്തോണ്ടിരുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ ആ ബ്രദറിന്റെ സഹോദരന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പൊ റിപ്ലൈ ഇതുപോലെയാണ് കൊടുക്കുന്നത്. അതായത് എനിക്കറിയാം ഡൽഹിയിലുള്ളവരും ഇപ്പൊ എന്നെ കുറിച്ച് ആലോചിച്ച് കരയുമായിരിക്കും. അതായത് അവരുടെ അവിടുന്ന് കുറെ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാരുടെ അച്ഛന്മാര് മരിച്ചു, കുറെ കുട്ടികളുടെ. പിന്നെ കുറെ പേരൻസിന് അവരുടെ ആൺമക്കളെ നഷ്ടപ്പെട്ടു. പിന്നെ കുറെ ആൾക്കാര്, അതായത് കുറെ സഹോദരങ്ങളെ അവര് തൂക്കിക്കൊന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അന്നേരം ഡൽഹിയിലുള്ള ആൾക്കാരും കരയുകയാണെന്നാണ് ഇപ്പൊ നമ്മുടെ മുഗൾ ശാസകരായിട്ടുള്ള ബഹാദൂർ ഷാ ജഫർ പറയുന്നത്. എന്നിട്ട് പറയാണ്, കുറെ കുട്ടികള് അനാഥരായിട്ടുണ്ട്. പിന്നെ കുറെ വൈഫ് അവര് വിഡോസ് ആയിട്ടുണ്ട്, വിധവകളായിട്ടുണ്ട്. പിന്നെ പറയുന്നത് അവിടുത്തെ വീടൊക്കെ എല്ലാം ഫുൾ അങ്ങ് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നതാണ്, അതായത് ഇനി തിരിച്ച് നമ്മുടെ ആ മാതൃഭൂമിയിലേക്ക് വരാൻ പറ്റുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. പിന്നെ ഇവിടെ മകളോട് പറയുന്നതാണ്, അതായത് മകളുടെ കല്യാണത്തിന് വേണ്ടി അവിടുത്തെ ആ രാജകവികളുണ്ട് 2 പേര്, ഗാലിബ് പിന്നെ ജോക്ക് എന്ന് പറയുന്ന 2 പേരാണ്. അവര് കവിത രചിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ പറയുന്നതാണ്, അതായത് ഇപ്പം അവിടെ രാജ്കില, അതായത് ചെങ്കോട്ടയില്ല, സോൾജേഴ്സ് ആരും തന്നെ ഇല്ല. ഇപ്പൊ അവര് താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലക്കടി അതും കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ്. അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വരുമ്പോ മൊത്തം ചോർച്ചയൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ അകത്തേക്ക് വീഴും. ആകെപ്പാടെ 2-4 റൂംസ് മാത്രമേ ഉള്ളൂ. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈദിന്റെ ടൈം ആവുമ്പോ മുസ്ലിംസ് ബ്രദേഴ്സ് അവരൊക്കെ കുറെ ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരും. പക്ഷെ ആ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അന്നേരം അവരിതുപോലെ വാങ്ങുന്നുള്ള ഒരു ഇത് പറഞ്ഞു. അങ്ങനെ കുറെ പറഞ്ഞപ്പം കുറച്ച് ഗിഫ്റ്റാണ് വാങ്ങിച്ചിട്ട് അതിന് പകരമായിട്ട് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ, അന്നേരം മാല കൊടുത്തെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡേ അവിടെ ഒരു ഓർഡർ വന്ന്, അതായത് മുഗൾ ആൾക്കാർക്ക് ഇവർക്ക് ഇത് കൊടുക്കുന്നത്, പൈസ ഒക്കെ കൊടുക്കുന്ന കൂടുതലാണ്. ഇപ്പൊ അവരുടെ ചെലവൊക്കെ ഉണ്ടല്ലോ, അവര് തടവിൽ വെച്ചേക്കുവാണല്ലോ. അന്നേരം ഇത്രയും പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവരുടെ കയ്യില് രത്നങ്ങളൊക്കെ ഉണ്ട്, അവര് ഭയങ്കര റിച്ചാണ്, നമ്മൾ അവർക്ക് ചെലവിന് വേണ്ടി ഇത്രയും പൈസ കൊടുക്കണ്ട എന്നുള്ള ഒരു ഓർഡർ വന്നു. അങ്ങനെ വന്നപ്പം ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസയിൽ നിന്നും എല്ലാം കുറഞ്ഞു വന്നു. പിന്നെ ലാസ്റ്റ് ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് ഇതുപോലെയാണ്, അതായത് ഞാനിപ്പോ എഴുതുന്ന ഈ ലെറ്റർ നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ ഇവിടെയുള്ള ഒരാള് അവരെ വിശ്വസിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിത് അയക്കുന്നത്. കാരണം നേരത്തെ അതുപോലെ കുറെ ആൾക്കാരുടെ അടുത്ത് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് അവര് വഞ്ചകരായിരുന്നു, ചാരന്മാരായിരുന്നു. അതായത് ലെറ്റർ അയക്കുമ്പോൾ അവര് വായിച്ചു നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അച്ഛൻ പറയുന്നതാണ്, എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. കാരണം ഇതൊരു അച്ഛൻ മകൾക്ക് എഴുതുന്ന കത്താണ്. ഇതിനകത്ത് വിദേശിനെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. അന്നേരം അതൊന്നും ഒരു പേടിയല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം ഇവരിവിടെ നിൽക്കുന്നെങ്കിലും അവരെ ഖബറിലാക്കിയ പോലെയാണ്. അതായത് അവർക്ക് വേറെ ഒന്നും ഇല്ലല്ലോ, വെറുതെ അതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ജീവൻ പോയി കഴിയുമ്പോഴും അവരവിടെ തന്നെ ഖബറിലാക്കും എന്നാണ് പറയുന്നത്. അവരുടെ ഖബറ് അവിടെ തന്നെ ആയിരിക്കും, അതായത് നാട്ടിലേക്ക്
അവരുടെ ജന്മസ്ഥലത്തേക്ക് അവരെ വിടില്ല, അവിടെ തന്നെ അവരുടെ എല്ലാം ചെയ്യുന്ന പറയുന്നത്. എന്നിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ലെറ്റർ നിർത്തുവാണ്. ഹുദ ഹാഫിസ് എന്ന് പറഞ്ഞ് ലെറ്റർ ഇവിടെ ഫിനിഷ് ചെയ്തു. ഇത് ഭയങ്കര സിമ്പിൾ ലെറ്റർ ആണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കും.